നല്ലൊരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനാണെങ്കിലും നല്ലൊരു ആത്ലറ്റിക് പെർഫോമൻസ് കിട്ടാനാണെങ്കിലും നമ്മുടെ ബോഡിയുടെ പോസ്റ്റർ അടിപൊളി ആവാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഓവറോൾ നമ്മുടെ ഹെഡ് മുതൽ ടോ വരെയുള്ള നമ്മുടെ ബോഡിയുടെ മൊത്തത്തിലുള്ള ഫിറ്റ്നസ്, നമ്മുടെ പോസ്റ്റർ, നമ്മുടെ കോ സ്ട്രെങ്ത് എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്ന സ്ക്വാട്ടാണ്. ഈ സ്ക്വാട്ടിനെ അറിയപ്പെടുന്നത് കിങ് ഓഫ് ഓൾ എക്സസൈസസ് എന്നാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും ഒരു അഡ്വാൻസ്ഡ് ലിഫ്റ്റർ ആണെങ്കിലും എന്ത് ചെയ്യുന്ന ഒരു ആളാണെങ്കിലും ഒരു ആത്ലറ്റ് ആണെങ്കിലും എന്ത് സ്പോർട്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങളൊരു നോർമൽ ഹ്യൂമൻ ബീങ് ആണെങ്കിലും സ്ക്വാട്ട് നിങ്ങളുടെ ലൈഫിലെ ഒരു ഗെയിം ചേഞ്ചറാണ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സ്ക്വാട്ടിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. സ്ക്വാട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ബോഡി സ്ട്രെങ്ത്, ബോഡിയിലെ മൊത്തത്തിലുള്ള സ്ട്രെങ്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അതിപ്പോൾ ലോവർ ബോഡി ആണെങ്കിലും നമ്മുടെ ക്വാഡ്സ് ആണെങ്കിലും ഹാംസ്ട്രിങ്സ് ആണെങ്കിലും ഗ്ലൂട്ട്സ് ആണെങ്കിലും കാഫ് ആണെങ്കിലും ഈവൻ ലോവർ ബാക്ക് ആണെങ്കിലും, അതുമാത്രമല്ല നമ്മുടെ അപ്പർ ബോഡി സ്ട്രെങ്തിൻ്റെ കോർ ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ആവും. ഈ സ്ട്രെങ്ത് മാത്രമല്ല മസിൽ ഗ്രോത്തിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഈ സ്ക്വാട്ട് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ. അതുകൊണ്ട് നമ്മുടെ എൻ്റയർ ബോഡിക്ക് നല്ല സ്റ്റിമുലസ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സ്ക്വാട്ടിനെ കിങ് ഓഫ് ഓൾ എക്സസൈസ് എന്ന് വിളിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോണും നമ്മുടെ ഗ്രോത്ത് ഹോർമോണും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും ഈ സ്ക്വാട്ട് ചെയ്യുന്നതിലൂടെ. ഹെവി ആയിട്ട് ഇല്ലെങ്കിൽ മോഡറേറ്റ് വെയിറ്റിൽ നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ നന്നായിട്ട് കൂടും. അത് സ്ക്വാട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോഴും കൂടും. പക്ഷേ സ്ക്വാട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡെഡ് ലിഫ്റ്റിനേക്കാളും കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ആകുന്നത്. ഈ ടെസ്റ്റോസ്റ്ററോൺ നന്നായിട്ട് ബൂസ്റ്റ് ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ മസിൽ ഗ്രോത്തിനെ, ഇപ്പം ബൈസെപ്സ് ആണെങ്കിലും ട്രൈസെപ്സ് ആണെങ്കിലും നമ്മൾ ബാക്കി ചെസ്റ്റ് പ്രസ് ഒക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ അതിനെയും ഈ ടെസ്റ്റോസ്റ്ററോൺ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മസിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി. പിന്നെ മൂന്നാമത്തെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് ആത്ലറ്റിക് പെർഫോമൻസ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സ് മേഖലയിലുള്ള ഒരാളാണെങ്കിലും, ടെന്നീസ് കളിക്കാനാണെങ്കിലും, ഈവൻ F1 റൈസർ ആണെങ്കിലും, ഒരു ബോക്സർ ആണെങ്കിലും, എന്തെങ്കിലും മാർഷൽ ആർട്സ് ചെയ്യുന്ന ഒരാളാണെങ്കിലും, ഫുട്ബോൾ പ്ലെയർ ആണെങ്കിലും, ക്രിക്കറ്റർ ആണെങ്കിലും, എന്ത് സ്പോർട്സ് മേഖലയിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരും സ്പോർട്ട് ചെയ്യും. നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ വലിയ വലിയ സ്പോർട്സ് മേഖലയിലുള്ള ആളുകളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മതി. അവരെല്ലാവരും ഈ സ്ക്വാട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് അവരുടെ അക്കൗണ്ടിൽ കയറി ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിയാൽ മതി. അവർ എപ്പോഴെങ്കിലും അവർ സ്ക്വാട്ട് വർക്കൗട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സ്ക്വാട്ടിന്. പിന്നെ നാലാമത്തെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ കോ സ്ട്രെങ്തും നമ്മുടെ പോസ്റ്ററും നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. ഇപ്പോഴത്തെ ആളുകളെ നമ്മൾ കുറേ പേര് നോക്കിയാൽ മതി, എല്ലാം ഈ വളഞ്ഞൊടിഞ്ഞിരിക്കുന്നത് നിൽക്കുന്നവർ. അത് മെയിനായിട്ട് നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആവുന്നത്. ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ എല്ലാവരും ഈ ഫോണിൽ ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് ഈ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് തന്നെ എല്ലാം ഈക്വലാണ്, എല്ലാവരും ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ പോസ്റ്റ് തന്നെ അത് നമ്മുടെ മസിൽസിനെയും വീക്കാവും. നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓൾഡ് ആവാൻ നമുക്ക് ചാൻസ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഓൾഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മസിൽസൊക്കെ ഭയങ്കരമായിട്ട് വീക്കാവും. പിന്നെ അതുപോലെ തന്നെ ഈ സ്ക്വാട്ട് ചെയ്യുമ്പം നമ്മുടെ ഈ കോ സ്ട്രെങ്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അപ്പം നമുക്ക് നമ്മുടെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു പോസ്റ്റർ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അതുമാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ ബോഡി അത്യാവശ്യം മോഡറേറ്റും ഹെവി വെയിറ്റിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ടൈറ്റ് ആവും. അപ്പം നമ്മുടെ കോ സ്ട്രെങ്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അപ്പം അതും നല്ലൊരു ബെനിഫിറ്റാണ്. പിന്നെ ആറാമത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും നന്നായിട്ട് ഇൻക്രീസ് ആവും. കാരണം നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആംഗിളും നമ്മുടെ നീയും നമ്മുടെ ഹിപ്പും എല്ലാം നന്നായിട്ട് ഫ്ലെക്സ് ആവുന്നുണ്ട്. നന്നായിട്ട് ഫ്ലെക്സിബിലിറ്റി അവിടെ വരുന്നുണ്ട്. സ്ക്വാട്ട് നമ്മൾ നല്ല ഫോമിൽ ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ, നമ്മൾ മോശമായിട്ടുള്ള ഫോമിലല്ല, നല്ല ഫോമിൽ ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മൊബിലിറ്റിയും ജോയിൻറ്റ് ഹെൽത്തും എല്ലാം നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അതുമാത്രമല്ല ഇതിങ്ങനെ ഇമ്പ്രൂവ് ആകുന്നതിലൂടെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മുടെ ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റീസ്, നമുക്കൊരു സാധനം കുഞ്ഞെടുക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു സ്ഥലത്ത് ക്ലൈംബ് ചെയ്ത് കയറുവാണെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ഓരോ വർക്കും ഓരോ കാര്യത്തിലും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് തന്നെയാണ് സ്ക്വാട്ടിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. നമുക്കിപ്പോൾ ഒരു 80 വയസ്സ് കഴിഞ്ഞാലും എപ്പോഴും സ്ക്വാട്ട് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരാൾക്ക് 80 വയസ്സ് കഴിഞ്ഞാലും 20 വയസ്സ് കഴിഞ്ഞാൽ പോലെ ചാടി ഓടി പിക്ക് ചെയ്ത് സാധനങ്ങൾ ക്ലൈംബ് ചെയ്തൊക്കെ പോകാൻ പറ്റും. അതാണ് ഈ സ്ക്വാട്ടിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഏഴാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ഇഞ്ചറീസ് പ്രിവെൻറ്റ് ചെയ്യും. ഇപ്പം എനിക്കറിയാം കുറേ പേര്, ഇപ്പം എനിക്കറിയാവുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളി നന്നായിട്ടൊരു നല്ല മാർഷൽ ആർട്സ് ആണ്. പക്ഷേ ഈ പുള്ളിക്ക് ഈ സ്പോർട്ടിനോടും ഈ ജിമ്മിനോടൊക്കെ ഭയങ്കര പുച്ഛമാണ്. അങ്ങനെ പുച്ഛം വരുമ്പം പുള്ളി അതിനങ്ങ് ഒഴിവാക്കി, അത് മോശമെന്ന് പറഞ്ഞ് ഒഴിവാക്കി പുള്ളി ഭയങ്കര മാർഷൽ ആർട്സ് മാത്രം പിന്നെ കാർഡിയോ മാത്രം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പുള്ളിക്ക് 30 വയസ്സിൽ താഴെ, പുള്ളിക്കിപ്പം ടെന്നീസ് എൽബോ ഉണ്ട്. അപ്പം ഇതൊക്കെ വരാൻ ഉള്ള കാരണം വെച്ചാൽ പുള്ളി ഹെൽത്തിയാണ്. പക്ഷേ പുള്ളിക്ക് ടെന്നീസ് എൽബോ, പുള്ളിക്ക് പഴയ പോലെ പുള്ളിക്ക് ആ ജാബിൻ്റെ സ്പീഡും ഒന്നും കിട്ടത്തില്ല. അപ്പം അങ്ങനെ വരുമ്പം അദ്ദേഹം സത്യത്തിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പുള്ളി വെയിറ്റ് ട്രെയിനിങ് കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ പുള്ളി നന്നായിട്ട് സ്ക്വാട്ട് ചെയ്യുവാണെങ്കിലും നന്നായിട്ട് ഡെഡ് ലിഫ്റ്റ് ചെയ്യുവാണെങ്കിലും അത് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ
പുള്ളിക്ക് ആ ഇഞ്ചറീസ് ഒക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനും. കാരണം നമ്മൾ നന്നായിട്ട് ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നീയും നമ്മുടെ ഹിപ്പും ആംഗിളും നമ്മുടെ ബോഡിയിലെ ടെൻഡൻസ് ഒക്കെ നന്നായിട്ട് സ്ട്രോങ് ആകും. നന്നായിട്ട് നമ്മുടെ ടെൻഡൻസും ലിഗമെന്റ്സ് ഒക്കെ സ്ട്രോങ് ആകുമ്പോൾ അവിടെ ഇഞ്ചറി വരാനുള്ള പ്രോബിലിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്പോർട്ടിനെയും ഈ ജിമ്മിനെയും ഒന്നും പുച്ഛിച്ചിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. നിങ്ങളൊരു ആത്ലറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു ആത്ലറ്റ് അല്ലെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തണം. കാരണം നിങ്ങൾ ആസ് യു ഏജ് നിങ്ങളുടെ മസിൽസ് വീക്കർ ആയിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ ലിഗമെന്റ്സും ടെൻഡൻസ് എല്ലാം വീക്കർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സ്ട്രോങ്ങർ ആവണമെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ കൺക്ലൂഷനായിട്ട് പറയുവാണെങ്കിൽ സ്പോർട്ട് നമ്മൾ വിട്ട് കളയാൻ പാടില്ല. ഇപ്പം ഒരാൾ ജിമ്മിനെ ഭയങ്കരമായിട്ട് വെറുക്കുന്നു, എനിക്ക് ജിമ്മ് ചെയ്യാൻ സമയമില്ല, എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഏതെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ആ പുള്ളിക്ക് ഞാൻ കൊടുക്കുന്ന ഏക വർക്കൗട്ട് സ്ക്വാട്ടായിരിക്കും. അതും നല്ല ഫോമിലും ഫുൾ റേഞ്ച് ഓഫ് മോഷനിലും നല്ല ടെക്നിക്കിലും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ സത്യത്തിൽ ഏറ്റവും ബെസ്റ്റ് വർക്കൗട്ട് ഈ സ്ക്വാട്ടാണ്. കാരണം നമ്മുടെ ലോവർ ബോഡി, നമ്മുടെ കാലാണ് നമ്മുടെ പില്ലർ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം വരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കാണാം.